നാളെയാണ് സംസ്ഥാന ബജറ്റ്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ വലിയ അവഗണനയും നിരാശയും തന്നെയായിരുന്നു കേരളത്തിന്. ഫലം പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഒക്കെ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്ന് കേരളം പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതൊന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കുറച്ച് നാളായി നമ്മുടെ കേരളം സംസ്ഥാനം കടന്നുപോകുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പലതരത്തിലുള്ള പദ്ധതികളൊക്കെ പാതി വഴിയിലാണ്. ക്ഷേമ പെൻഷനൊക്കെ കുടിശ്ശികയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ഇതിനെ മറികടക്കാൻ എന്തൊക്കെയായിരിക്കും ബജറ്റിൽ ഉണ്ടാവുക എന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? പെൻഷൻ തുക ഉയർത്താനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ വയനാട് ദുരന്തമുണ്ടായതാണ്. വയനാട് പുനരധിവാസം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. അപ്പോൾ അതിനായി പ്രത്യേകമായുള്ള പദ്ധതികൾ എന്തൊക്കെയുണ്ടാകും ബജറ്റിൽ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇതിനോടകം തന്നെ സജീവമായിട്ടുണ്ട്. എന്തായാലും നാളെ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ, ജനപ്രിയ തീരുമാനങ്ങൾ, പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും എന്നതറിയാൻ. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പായി. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുള്ള തീരുമാനങ്ങളും പദ്ധതികളും ഉണ്ടാകും എന്നത് ഉറപ്പ് തന്നെയാണ്. നമുക്ക് നോക്കാം ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണമെന്ന്. തിരുവനന്തപുരത്ത് നിന്ന് KR സാജു വിശദീകരിക്കും. പദ്ധതി വിഹിതം 50% വെട്ടിക്കുറച്ച സാമ്പത്തിക വർഷമാണ് കടന്നുപോകുന്നത്. സ്വാഭാവികമായും അതിനുശേഷം വരുന്ന ബജറ്റ് എന്ന് പറഞ്ഞാൽ മുണ്ടുമുറുക്കി ഉടുക്കേണ്ട ഒരു ബജറ്റ് തന്നെയാണ്. കാരണം അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ ബാധിച്ചിട്ടുണ്ട്. കേന്ദ്ര വിഹിതങ്ങളിലുണ്ടായ കുറവടക്കം അതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ ബജറ്റ് അങ്ങനെയായിരിക്കില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ഉരകല്ലായി മാറും എന്ന കാര്യം ഉറപ്പാണ്. അതിനാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൂടി പൊതിഞ്ഞ ഒരു ബജറ്റായിരിക്കും ധനമന്ത്രി KN ബാലഗോപാൽ തന്റെ 5ാമത്തെ ബജറ്റായി അവതരിപ്പിക്കുക. കഴിഞ്ഞ 4 തവണത്തെ ബജറ്റ് എടുത്തു നോക്കിയാലും 1 രൂപയുടെ ക്ഷേമ പെൻഷൻ പോലും കൂട്ടിയിട്ടില്ല KN ബാലഗോപാൽ. സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴുമുണ്ട്. 3 മാസത്തെ കുടിശ്ശിക, ഇനിയും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കിടപ്പുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പരമ്പരാഗത രീതി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രായോഗികവാദിയാണ് KN ബാലഗോപാൽ. ആ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ 1 രൂപ പോലും ഇത്തവണയും ക്ഷേമ പെൻഷൻ കൂട്ടാൻ പാടില്ല. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 100 മുതൽ 200 രൂപ വരെയുള്ള വർധനവുണ്ടാവും. പക്ഷേ അപ്പോൾ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതിന്റെ അടുത്തേക്കൊന്നും എത്തില്ല. 5 വർഷം കൊണ്ട് 2500 രൂപയാക്കി ഉയർത്തും ക്ഷേമ പെൻഷൻ എന്നതായിരുന്നു അതിനകത്തെ പ്രഖ്യാപനം. പക്ഷേ കഴിഞ്ഞ 4 ബജറ്റുകളിലും ഒന്നുപോലും ഉയർത്തിയില്ല. ഇനി ധനമന്ത്രി KN ബാലഗോപാലിന് ഒരു ബജറ്റ് കൂടിയായിരിക്കും ഇത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക. സ്വാഭാവികമായും 100 200 കൂട്ടി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന്റെ മുന്നൊരുക്കമാക്കി അതിനെ മാറ്റാൻ കഴിയും. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്തെ വാങ്ങുന്നതിലുള്ള ക്രമവിരുദ്ധമായി വാങ്ങുന്നതൊക്കെ തടയാനുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. മാസാമാസം മസ്റ്ററിംഗ് എന്നതടക്കമുള്ള ഓരോ തവണയും ക്ഷേമ പെൻഷൻ വാങ്ങുമ്പോൾ മസ്റ്ററിംഗ് നടത്തി ആ പട്ടികയെ ശുചീകരിച്ച് മുന്നോട്ട് പോകുക എന്ന നിലയിലുള്ള രീതിയിലുള്ള ആലോചനകളൊക്കെ ധനവകുപ്പിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല. ഇതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ, ജനങ്ങളെ നേരിട്ട് ക്ഷേമം ലഭിക്കുന്ന ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് ആവശ്യത്തിലധികം തുക പ്രഖ്യാപിക്കും ഇത്തവണ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് ആശ്വാസകിരണം, അതുപോലെ കാരുണ്യ പോലുള്ള പദ്ധതികളുടെ നീക്കിയിരിപ്പ് തുക വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്നതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള നീക്കിയിരിപ്പ് കൂട്ടും. അവരുടെ വിഹിതം കൂട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം, അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നിവയൊക്കെ ഉണ്ടാവും. ഇതോടൊപ്പം തന്നെ യുവാക്കളെ കയ്യിലെടുക്കാനായി പുതിയ തലമുറ വ്യവസായങ്ങൾക്ക്, നോളജ് അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ, അതിന് കുറച്ചും കൂടെ ഉത്തേജനം നൽകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് ധനമന്ത്രി കടന്നേക്കുമെന്നാണ് സൂചന. ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രംഗത്ത് കൂടുതൽ പണം എത്തിക്കുക എന്നതിനുള്ള പദ്ധതികളുണ്ടാവും. വിഴിഞ്ഞം കേന്ദ്രീകരിച്ചുള്ള റിംഗ് റോഡിന്റെ നിർമ്മാണം, അതുപോലെ തന്നെ തുറമുഖ അധിഷ്ഠിത വ്യവസായ ഇടനാഴി പോലുള്ള വിവിധ പദ്ധതികളുണ്ട്. അതിലേക്കൊക്കെ കൂടുതലായി പണം നീക്കിവെക്കും. പ്രത്യേകിച്ച് കേന്ദ്രം അവഗണിച്ച മേഖലയാണ്. കേരളം 5000 കോടി രൂപയുടെ പാക്കേജ് ആയിരുന്നു വിഴിഞ്ഞത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും അതിനൊക്കെയുള്ള ഉതകുന്ന രീതിയിൽ കേന്ദ്രത്തിന് മറുപടി കൊടുത്തു എന്ന
പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ ബജറ്റിൽ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. കാരണം അത് കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് കൂടി അനിവാര്യമാണ് എന്ന വിലയിരുത്തൽ കൂടി സർക്കാർ നടത്തിക്കൊണ്ടായിരിക്കും ആ പ്രഖ്യാപനങ്ങൾ നടത്തുക. ഇതിനപ്പുറത്തേക്ക് നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമലയും ഒരു രാഷ്ട്രീയമായ വിഷയം കൂടിയായി നിൽക്കുകയാണ്. കാരണം അതിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 2000 കോടി രൂപയുടെ പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര ബജറ്റിൽ അത് സംബന്ധിച്ച ഒരു വിധത്തിലുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിലും ആ പുനരധിവാസ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് മീഡിയ വണ്ണിന് അനുവദിച്ച അഭിമുഖത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച ചില പ്രഖ്യാപനങ്ങൾ, നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഇന്ന് നാളത്തെ ബജറ്റിൽ ഉണ്ടാകും എന്ന കാര്യവും ഉറപ്പാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് അധികമായി വിഭവ സമാഹരണം സംസ്ഥാനത്തിന് ആവശ്യമാണ്. കേന്ദ്ര വിഹിതത്തിൽ കുറവുണ്ടാകുന്നുണ്ട് സംസ്ഥാനത്തിന്. ഒപ്പം കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള സർക്കാരുമായി ബന്ധമുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ കൂടി കേരളത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിലാക്കിയിട്ടുണ്ട്. കിഫ്ബി എടുത്ത വായ്പ മൂലം തന്നെ 12,000 കോടി രൂപയാണ് വർഷം കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായി അധിക വിഭവ സമാഹരണം എന്നത് വേണം. കൂടുതൽ മേഖലകളിൽ സംസ്ഥാനത്തിന് നികുതി ചുമത്താനില്ല. അതുകൊണ്ട് തന്നെ സെസ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അത് ഇപ്പൊ നമുക്കറിയാം, പെട്രോളിയം സെസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മോട്ടോർ വാഹന നികുതിക്ക് മേൽ ഒരു സെസ് കൊണ്ടുവരാനുള്ള ആലോചനകൾ ധനവകുപ്പിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ഭൂനികുതിക്ക് മേൽ സെസ് കൊണ്ടുവരിക എന്നതടക്കമുള്ള ചില ആലോചനകൾ ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ പഴയ ഫീസുകൾ പല മേഖലകളിലുമുണ്ട്. അത് വർദ്ധിപ്പിക്കും. ഒരുപക്ഷെ അത് വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ അതിനകത്ത് പരിഷ്കരിക്കുമെന്ന് ബജറ്റിൽ ഒരു പരാമർശം നടത്തിയതിനു ശേഷം പിന്നീട് വകുപ്പുകൾ അത് പഠിച്ചിട്ട് പ്രഖ്യാപിക്കുന്ന രീതിയാണ്. കാരണം വകുപ്പുകൾക്ക് തീരുമാനിക്കാം എത്ര വർധനവ് വേണം എന്നും മറ്റുമൊക്കെ. അപ്പോൾ ബജറ്റിൽ അത് സംബന്ധിച്ച് നയപരമായ ഒരു പരാമർശം നടത്തി ജനങ്ങളുടെ വലിയ എതിർപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷണിച്ചു വരുത്താതിരിക്കുകയും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ഫീസുകൾ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് സർക്കാർ പോയേക്കാം. അതൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. എന്തായാലും നാളെയാണ് സംസ്ഥാന ബജറ്റ്. 9 മണിക്ക് നിയമസഭയിൽ ബജറ്റ് അവതരണം ആരംഭിക്കും. 5ാമത്തെ ധനമന്ത്രി KN ബാലഗോപാലിന്റെ 5ാമത്തെ ബജറ്റ് അവതരണമാണ് നാളെ നടക്കാൻ പോകുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടാകും എന്നറിയാനായി. ന്യൂസ് ഡീകോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.